വെൽക്കം ടു സൂസ് Peppercandy. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഓണം ഇങ്ങ് എത്തിയില്ലേ? ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനമായ ബോളിയും പാൽപ്പായസവും. പാൽപ്പായസം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബോളി ഉണ്ടാക്കാം. ബോളി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചന്നാദാൽ അഥവാ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, കളർ വേണ്ടവർക്ക് ചേർത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. ആ ഒരു 1/2 കപ്പ് വെള്ളം, സാധാരണ നോർമൽ വാട്ടറാണ്. ആ വെള്ളം കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡവ് ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത മാവിലേക്ക് നമുക്കൊരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ നന്നായിട്ട് ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഈ എണ്ണ നമുക്ക് പിന്നീട് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഈ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ, എന്നാലേ നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ. അപ്പോൾ ഈ മാവ് ഒരു 2 മണിക്കൂറോളം ഒന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കുറച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി ഇവിടെ ഓപ്ഷണലാണ്, കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. കൂടിപ്പോരുത്. മഞ്ഞൾപ്പൊടി കൂടിപ്പോയാൽ നമ്മുടെ ബോളിക്കൊരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് കുക്കറിനകത്തിട്ട് 2 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണേ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്ത് ഈ ഒരു പരുവാവും. എന്നിട്ട് അത് കുറുകി തുടങ്ങും. നല്ല കട്ടയായിട്ട് തിക്ക് കൺസിസ്റ്റൻസി വരും. ആ സമയത്ത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈക്വൽ സൈസായിട്ടുള്ള പോർഷനായിട്ട് മാറ്റി വയ്ക്കുക. ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കുക. ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു 12 ബോളി തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മൈദമാവിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൽ നിന്ന് വളരെ ചെറിയൊരു പോർഷൻ എടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന കടലപ്പരിപ്പ് കൂട്ടലിനേക്കാൾ വളരെ അതിൻ്റെ പകുതിയോളം മതിയാവും കേട്ടോ. എത്രത്തോളം കുറയുന്നോ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ആലു പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ കടലമാവിൻ്റെ ബോൾസ് ഇതിനകത്തേക്ക് ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്ത് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്ത് നിന്ന് എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ അങ്ങ് മാറ്റുക കേട്ടോ. എത്രത്തോളം മൈദമാവിൻ്റെ അളവ് കുറയ്ക്കാം അത്രത്തോളം നല്ലത്. എന്നിട്ട് ഈ ഒരു ബോൾസ് നമ്മൾ ഇനി അരിമാവിൽ ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയായിരിക്കും. ചെറിയ ആ ഒരു കടലപ്പരിപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ 2-3 എണ്ണം കിടന്നതിൻ്റെയാണ് ഇടയ്ക്ക് ഒരു ചെറുതായിട്ട് കിടക്കുന്ന ഒരു കളർ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ മിക്സിയുടെ ചെറിയ ബൗൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വലുതിലിട്ടാണ് ചെയ്തത്. അത് കാരണം ഫുള്ളായിട്ട് അരഞ്ഞിട്ടില്ല. ഇത് നിന്നിട്ട് നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് മതിയാവും. അതിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. കാര്യം മൈദ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുക്കാവാൻ. ബാക്കിയെല്ലാം കുക്കായതാണ്. ഇനി നമുക്കൊരല്പം നെയ്യ് തടവിയിട്ട് ഇത് അടുപ്പിൽ നിന്ന് എടുക്കാം. വളരെ ഡെലിക്കേറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയാണ്. ഇനി ബോളി മാത്രം പോരല്ലോ, ബോളി കഴിക്കാനായിട്ടൊരു പായസം കൂടെ വേണം. എളുപ്പത്തിൽ നമുക്കൊരു പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 പിടി പായസം അരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുക കേട്ടോ. ഇതിനകത്തേക്ക് 4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതാക്കി ചൂടായിട്ട് വരുമ്പോൾ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി പായസം അരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മട്ടയുടെ പൊടിയരി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുക്കറിനകത്തിട്ട് ഇത് ഒരു 2 വിസിൽ കഴിയുമ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുറുക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ ഏലക്കാപ്പൊടിയും ഉപ്പും ചേർക്കാം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പിയിൽ ഇത് രണ്ടും ചേർക്കുന്നില്ല. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന സുരഭിയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പായസവും കൂടെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണത്തിന് പുറത്തുനിന്ന് ബോളി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.